അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുഃഖാനുഭവം ഉണ്ടായി, താങ്ങാനാവാത്ത ദുഃഖാനുഭവം. ഈ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്താണെന്നറിയാമോ? എല്ലാത്തിനും പരിഹാരമുണ്ടെന്നുള്ളതാണ്. പണ്ടൊരിക്കൽ ഒരു ടീച്ചർ എന്നെ ഫോണിൽ വിളിച്ച് വളരെ സങ്കടപ്പെട്ട് വിളിച്ചതാണ്, വേദനപ്പെട്ട് വിളിച്ചതാണ്. അപ്പോൾ അവരുടെ സ്വരം കേൾക്കുമ്പോൾ അറിയാം, ഒരു കണ്ണീരിൻ്റെ സ്വരമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ ടീച്ചറെ? എനിക്കറിയാവുന്ന ആളാണ്. എത്രയും വേഗം അച്ഛൻ ആശുപത്രി വരണം, കുർബാനയും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിളിയുടെ ഒരു രീതി കണ്ടപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ഇടവകയെന്ന് ദേവാലയം തുറന്ന്, സെക്രട്ടറി തുറന്ന് ഈശോനെ എടുത്തുകൊണ്ട് ഒരു വാഹനം സംഘടിപ്പിച്ച് ഞാൻ ആശുപത്രി ചെന്നു. പക്ഷെ ആശുപത്രി ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്ത വേദന തോന്നി. കാര്യം ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഒരു ഡൈയിങ് കണ്ടീഷനിലാണ്. അത് എന്നെ വല്ലാതെ ഉലച്ച്. അത് പ്രതീക്ഷിച്ചില്ല. എന്നോട് കാര്യം സിസ്റ്റർ ആരെങ്കിലും ഒത്തിരി പ്രായമായവരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ആ മനുഷ്യന് ഗുരുതരമായ രോഗം വന്ന് ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ഞാൻ പ്രാർത്ഥിച്ച് ഈശോനെ കൊടുത്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈശോയിലേക്ക് യാത്രയായി. എൻ്റെ ഇടവക തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടക്കവും കുഴിയാഴ്ചയും പിന്നെ 41 അടിയന്തരങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനൊരു 6 മാസമായപ്പോൾ അതൊക്കെ മുമ്പ് അവിടുന്ന് പോയി, വേറെ ഇടവകയിലേക്ക് പോയി. ഞാൻ പിന്നെ ഈ കാര്യം ദുഃഖകരമായ വിഷയം വിട്ടുപോയി. ആ ഇടവക ചെന്ന പിന്നെ ആ ഇടവകയുടെ കുടുംബങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ടീച്ചറിനെ കാണാൻ വന്നു. ഉച്ചക്കാണ് വന്നത്. ഉച്ചയ്ക്ക് വന്നത് കൊണ്ട് ഞാൻ അവർക്ക് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഞാൻ ടീച്ചർ എന്നാ വന്നെന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ടീച്ചർ എന്നാ വന്നത്? ചുമ്മാ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ വിവാഹം കഴിക്കണില്ലേ? കാര്യം ടീച്ചർ വളരെ ചെറുപ്പമാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. വിവാഹം കഴിക്കുന്നതാണ് സ്വാഭാവികമായിട്ട് നല്ലത് എന്നുള്ള സ്വാഭാവിക മാനുഷികമായൊരു കാഴ്ചപ്പാടിൽ ഞാൻ സംസാരിച്ചതേ ഉള്ളൂ, അറിയാം. പക്ഷെ ഞാൻ അപ്രതീക്ഷിതമായൊരു വചനമാണ് ടീച്ചറിലേക്ക് നിന്ന് കേട്ടത്. എന്താണ്? കർത്താവാണ് എൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവെന്നാണ് അവൻ്റെ പേരെന്ന്. കർത്താവാണ് എൻ്റെ ഭർത്താവ്. അത് പറയുന്തോറും നമുക്ക് അഭിഷേകം ഉണ്ടാകും. കർത്താവാണ് എൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവെന്നാണ് അവൻ്റെ പേര്. ഈ വചനം ഞാൻ പല പ്രാവശ്യം പല ഇടങ്ങളിലും സാക്ഷ്യത്തിലും പ്രസംഗത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ടീച്ചറിൽ നിന്ന് കേട്ടപ്പോൾ കാര്യം വചനം പറയുന്നതല്ല, അവരവിടെ ജീവിക്കുകയല്ലേ. വചനം പറയണതും ഒരു വചനം പറഞ്ഞ് കേൾക്കണതും ഒരു വചനം ജീവിച്ച് കേൾക്കണതും തമ്മിൽ വചനത്തിന് അഭിഷേക നിലവാരത്തിന് വ്യത്യാസമുണ്ട്. കാര്യം ഒരു വചനം പറഞ്ഞു കേൾക്കുന്ന വചനവും ജീവിച്ച് കേൾക്കുന്ന വചനവും തമ്മിൽ വചനത്തിൻ്റെ അഭിഷേക നിറവിന് ഏറ്റക്കുറച്ചിലുണ്ട്. കാര്യം അവരത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അഭിഷേകമായ പോലെ ഞാൻ ടീച്ചറിനെ ബ്ലസ് ചെയ്ത് വിട്ടു. പക്ഷേ എനിക്ക് മനസ്സിലായി, എന്താ? വചനം കൊണ്ട് ജീവിക്കുന്ന വേദസാക്ഷികൾ കുടുംബങ്ങളിൽ കൂടുന്നുണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ എൻ്റെ ഒരു അത്ഭുതമാണത്. കാര്യം അച്ഛനായിട്ട് 32 കൊല്ലമായി. ഈ 32 കൊല്ലത്തിനുള്ളിൽ ഒരു 21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത്രയും ചിലപ്പോൾ കുമ്പസാരം കേട്ട് കാണാം. ഈ 32 വർഷം, ഒരു 4 നൂറ്റാണ്ട് കൂടുതൽ ജനങ്ങളുടെ കൂടെ ആധ്യാത്മിക സഞ്ചാരം
കർത്താവിൻ്റെ നാമത്തിൽ നടത്തുമ്പോൾ ദൈവജനവുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം, ജനങ്ങൾ നമ്മളെക്കാൾ വിശുദ്ധരാ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ എന്തെല്ലാം കസർത്ത് കാണിച്ചാലും ഒരു പണി നടക്കത്തില്ല. സഭ പ്രാർത്ഥിക്കുന്ന സഭയാണ്, സഭ വിശുദ്ധ സഭയാണ്. ചില സമയത്ത് ഒന്നുമേ ഉള്ളവന് ശരിക്കും ഉണ്ട്, സമ്പത്തല്ല, ആധ്യാത്മിക കൃപ. ഇല്ലാത്തവന് ഇല്ലെന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ അവസ്ഥ. ആ ഇല്ലാത്തവനാണ് ഉള്ളത്. സഭയെ ഏതെങ്കിലും അവൻ്റെ ഇല്ലായ്മ മറച്ചു വെക്കാൻ വേണ്ടി സഭയെ താറടിച്ച് കളയും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സഭയെ അങ്ങനെ താറടിക്കുമ്പോൾ സഭയ്ക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ പണ്ട് പൗലോസ് സംഭവിച്ച പോലെ നിനക്ക് സംഭവിക്കും. എന്താ കാര്യം? ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. അപ്പോൾ സാവൂൾ പൗലോസായി മാറും. സഭയുടെ ഒരു മിഷണറി അതാ. എല്ലാ സാവൂളിലും ഒരു പൗലോസ് ഉണ്ടെന്നാണ് ആദിമസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ സാവൂളിലും സഭയുടെ സന്താനങ്ങളെ തേജോവധം ചെയ്യാനും നശിപ്പിക്കാനും കൊല്ലാനും ഒക്കെ പോകുന്ന പൈശാചിക ശക്തി ആർജിക്കുന്ന വ്യക്തികളിലൊക്കെ എല്ലാം ഒരു പൗലോസിൻ്റെ സാധ്യതയാണ് സഭ, പ്രാർത്ഥിക്കുന്ന സഭ സ്വപ്നം കാണുന്നത്. പ്രാർത്ഥിക്കുന്ന സഭ ഒരു സാവൂളിൽ എപ്പോഴും പൗലോസിനെ സ്വപ്നം കണ്ടുകൊണ്ട് കർത്താവിൻ്റെ തിരുസേ കണ്ണീരിട്ടുകൊണ്ടിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നീ നിൻ്റെ ദൈവത്തെ കണ്ടെത്തണം. അതിനാണ് സഭയുടെ സ്പേസ്, സഭയുടെ ഇവിടെ നിലനിൽപ്പിൻ്റെ കോസ് ഓഫ് ചേർച്ച്. സഭയുടെ കാരണം എന്താണ്? എല്ലാ സാവൂളിലുമുള്ള പൗലോസിനെ കണ്ടെത്തുക എന്നത്. എന്തുകൊണ്ടാണ് ടീച്ചറിങ്ങനെ ചേഞ്ച് ചെയ്തതെന്നറിയാവോ? കർത്താവ് ഇതിനുള്ള സാധ്യത എന്താണ്? യേശുക്രിസ്തുവിലല്ലേ. കാരണം ഭർത്താവ് മരിച്ചാലും അപ്പം മരിച്ചാലും മക്കൾ മരിച്ചാലും വേദന ഉണ്ടായാലും അതിനെല്ലാം ഫില്ല് ചെയ്യണത് ആരാണ്? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന്. അതല്ല അക്രൈസ്തവ സഹോദരങ്ങൾ പോലും ക്രിസ്തുവിനെ നേടി കഴിയുമ്പോൾ അവർക്ക് അവരുടെ വേദനകളുടെ മേലെല്ലാം അവർ വിജയം പ്രാപിക്കണത്. കൊളോസ്യസ് 3:11 എന്നാ പറയണത്? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന്. അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ അതുപോലെയുള്ള വലിയ സങ്കടകരമായ അവസ്ഥകൾ സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു വിടവുകൾ ഫില്ല് ചെയ്യണത് എങ്ങനെയാണ്? കൃപ കൊണ്ടാണ് ഫില്ല് ചെയ്യണത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഇത്തരത്തിലാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണതിൽ നല്ലതെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറയണ? അതിനുള്ള കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപദേശം സ്വീകരിക്കാൻ കഴിയും. അതാ മത്തായി 19:11. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, എന്ത് സംഭവിച്ചു, എന്ത് ആഘാതം ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള കൃപ ആർജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റുമെന്നാണ്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറയുമ്പോൾ കൂടെ പറയുന്ന വാക്കുണ്ട്, എങ്കിലും ധൈര്യമായിരിക്കാൻ. എന്താ കാരണം? ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്, ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ലോകത്തെ ജയിക്കണത് എങ്ങനെയാണ്? കൃപ കൊണ്ടാണ്. കൃപ എപ്പോഴാണ് ലഭിക്കണത്? ഏതെങ്കിലും ബലഹീനമായ സാഹചര്യങ്ങൾ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 12:10 പറയണത്, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന്. അപ്പോൾ എന്തെങ്കിലും ബലഹീനത വന്നു പോയി കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ കാലമായെന്നുള്ള സുവിശേഷമാണ് വരികൾക്കിടയിലെ അനുഭവത്തിൽ നിന്ന് വിശ്വാസി വായിക്കുന്നത്. അതാണ് സുവിശേഷം. ശരിക്കും ജീവിത സുവിശേഷം, ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ വചനം. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ പറയത്തില്ലേ, ദൈവവചനമാണ് നാം കേട്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയുമ്പോൾ എല്ലാ സഹനവും അതിലൂടെ ലഭിക്കുന്നത് ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. കിട്ടിയ അനുഭവങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ ആർജിക്കാൻ വേണ്ടി നമുക്ക് സ്തുതിക്കാം. സ്തോത്രം യേശുവേ, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുഗ്രഹം ചൊരിയണമേ. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. കർത്താവേ, യേശുക്രിസ്തു എല്ലാവരിലും എല്ലാമാണ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. ഓരോ സാവൂളിലും പൗലോസിനെ കണ്ട് ജീവിക്കാൻ വലിയ പ്രബോധനത്തിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ ആത്മാവിൽ ശക്തീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, വചനത്തിൻ്റെ ആഴമായ ബോധ്യയിൽ നിറയാൻ
റൂഹായെ നിറയണമേ. ബലഹീനതയിൽ ബലമേകി കരങ്ങളടിച്ചുകൊണ്ട് ബലവാനായോ നടത്തിടുന്നു. എല്ലാവരും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ചേർന്ന് പാടാം. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും എല്ലാവരും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. ദൈവമേ കർത്താവേ, അവിടുത്തെ കാരുണ്യം, അവിടുത്തെ കൃപ ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത മേഖലകളിലേക്ക്, രോഗദുരിതങ്ങളിലേക്ക്, കടഭാരങ്ങളിലേക്ക്, കിട്ടാഭാരങ്ങളിലേക്ക് കർത്താവായ ദൈവമേ അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ശ്വാസത്തോടെ പാടാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ ഉയർത്തി കൃപയാൽ അനുദിനവും. ആമേൻ ആമേൻ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എല്ലാവരും ചേർന്ന് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ദൈവത്തിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. അവരുടെ ബലഹീനതകളിലേക്ക്, കുറവുകളിലേക്ക്, അവരുടെ ദുരിതങ്ങളിലേക്ക്, അവരുടെ സങ്കടങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയുന്നു. ഹല്ലേലൂയ 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 യേശുവേ പ്രിയമുള്ളവരുടെ സ്തുതിപ്പിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ വലിയൊരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. ഓരോ സാക്ഷ്യവും നമ്മളോട് പറയുന്നത് എന്താ? ഹെബ്രായർ 12:1 നമുക്ക് ചുറ്റും സാക്ഷികളുടെ മഹാസമൂഹമുള്ളതുകൊണ്ട് നമ്മുടെ പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നിന്റെ മനസ്സിൽ തോന്നണം, എന്താണ്? കർത്താവ് ഇന്നും ജീവിക്കുന്നു, അതിനാൽ ഞാനിങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല, പാപത്തെക്കുറിച്ച് ഞാനിങ്ങനെ ദുഃഖിച്ച് നടക്കേണ്ട കാര്യവുമില്ല. എൻ്റെ എല്ലാ ബലഹീനതയിലും എന്നെ ബലപ്പെടുത്തുന്ന കർത്താവ് എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ ഈ സാക്ഷ്യം കേട്ട് നമുക്ക് ബലം പ്രാപിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് സൂസി ജോയി. ഞാൻ പുനലൂരിൽ നിന്ന് വരികയാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2018 ഡിസംബർ 8 ഞാനിവിടെ വരുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഭയങ്കരമായൊരു വേദനയോടുകൂടെയാണ്. ഈ കൃപാസനം എവിടെയാണെന്നോ ഈ വഴി എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ സത്യം പറയാണ്, ഈ കൃപാസനത്തിൻ്റെ മുമ്പിൽ ഞാൻ വന്നപ്പോൾ ഒരമ്മയെ മക്കൾ ആദ്യം കാണുമ്പോൾ ഉള്ള ഒരനുഭവം ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഞാനിവിടെ കയറി ആ വഴിയിൽ വന്ന് ഇറങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ഈ കൃപാസനത്തിൽ കയറി എന്നുള്ളതാണ്. എനിക്കൊരു രോഗമുണ്ടായിരുന്നു. രോഗം എന്ന് പറഞ്ഞാൽ 8 വർഷമായി. എൻ്റെ ഈ നിവർത്തികേട് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വഴിയില്ല. ഒരു ഓട്ടോറിക്ഷക്കാരനാണ് എൻ്റെ ജീവിത പങ്കാളി. എൻ്റെ 3 പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ആവശ്യങ്ങളോ രോഗങ്ങളോ ഒന്നും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ലായിരുന്നു.
എൻ്റെ യൂട്രസ് മൂത്രസഞ്ചി താഴ്ന്ന ഒരു അസുഖം എനിക്കുണ്ടായിരുന്നു. 8 വർഷം കൊണ്ട് ഞാനത് കൊണ്ടു നടന്നു. ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ആരെയും അറിയിച്ചില്ല. എൻ്റെ അച്ഛനെ പോലും അറിയിക്കാതെ കൊണ്ടു നടന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അനുഭവക്കാരാണ്, നിങ്ങൾക്കറിയാം. 10 പേരുടെ മുമ്പിൽ പോയി നമുക്ക് ഇരിക്കാനൊക്കത്തില്ല, നമുക്കൊന്ന് ചിരിക്കാനൊക്കത്തില്ല, ഒന്ന് മൂത്രം പോകും, ചുമയ്ക്കാനൊക്കത്തില്ല, നല്ലപോലെ ഒന്ന് വർത്തമാനം പറയാനൊക്കത്തില്ല. പനി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചുമ വന്ന് പിന്നെ അന്നത്തെ ദിവസം മൊത്തം നമ്മൾ മൂത്രത്തിൽ കിടന്ന് ഉരുളുന്നൊരവസ്ഥയാണ്. നമ്മൾ ഇത്രയും പ്രായമുള്ളവരുടെ മൂത്രത്തിൻ്റെ പാട് നമുക്ക് പറയാതറിയാമല്ലോ. ഞാൻ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് അങ്ങേയറ്റത്തൊരു കസേരയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കിവിടെ ഇരുന്നു കൊണ്ട് ചുമ വന്നപ്പോൾ എനിക്ക് മൂത്രം പോയി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഈ ദുഃഖം നീ കാണുന്നില്ലേ അമ്മ എന്ന് പറഞ്ഞ് സത്യത്തെ ഒറ്റ വിളി എൻ്റെ മാതാവിനെ വിളിച്ച്, എൻ്റെ അമ്മ എനിക്ക് രോഗസൗഖ്യം തന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വീട്ടിൽ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, എനിക്കെന്തോ എൻ്റെ ശരീരത്തിനൊരു മാറ്റം വരുന്നത് പോലെ. അതുമല്ല, ഒരു ദിവസം 2-3 പ്രാവശ്യം ഞാൻ ഡ്രസ്സ് മാറണം. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മാതാവ്, എൻ്റെ മൂത്രസഞ്ചി താഴുന്ന രോഗം മാതാവ് ഇതിനകത്ത് ഈ കൃപാസനത്തിൽ വെച്ചിട്ട് എൻ്റെ അമ്മ ഓപ്പറേഷൻ കൂടാതെ എന്നെ സുഖപ്പെടുത്തിയാണ് ഇവിടുന്ന് വിട്ടത്. സാക്ഷ്യത്തിൻ്റെ ബലത്തിലെ, സാക്ഷ്യം നൽകുന്ന വിശ്വാസത്തിൻ്റെ ബലത്തിലെ, സാക്ഷ്യം നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ സാന്നിധ്യ സന്ധിപ്പിൻ്റെ ബലത്തിൽ നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തോടെ പാടുകയാണ്. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. കരങ്ങൾ യേശുവിലേക്ക് നീട്ടി നാഥന് സ്തുതി പാടിടും, മനവീണകൾ നീട്ടിപ്പാടിടാം. എല്ലാവരും നാഥന് സ്തുതി പാടിടാം, മനവീണകൾ നീട്ടിപ്പാടിടാം. സ്നേഹത്തോടെ നാഥവരേണമേ എന്നിൽ നിറയണമേ. ചേർന്ന് പാടാം. നാഥവരേണമേ എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. യേശുവേ ആരാധിക്കുന്നു, ദൈവമേ നിറയണമേ. ഹല്ലേലൂയ യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, എൻ്റെ രോഗങ്ങളെയും ദുരിതങ്ങളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഞങ്ങളുടെ ദേശത്ത് വിവിധ ജില്ലകളിലും കർത്താവെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കിടപ്പ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളും മൂലം മാരക രോഗങ്ങളും മൂലം കിടന്നു പോയവർ, പ്രാഥമികമായ കാര്യങ്ങൾക്ക് പോലും കർത്താവ് ആരുടെയും സഹായമില്ലാതെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തവരെ,
കർത്താവേ, നിന്റെ കാരുണ്യത്താൽ എഴുന്നേൽപ്പിച്ച് വിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയുടെ നാഥ വരേണമേ, കർത്താവേ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെ പാടാം. സൗഖ്യം പകരണമേ. എല്ലാവരും ദാതാവരേണമേ, സൗഖ്യം പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ്, ജീവിതം മരവിച്ച് പോരുണ്ട് ഈശോയെ. ശരീരത്തെക്കാൾ ഉപരി ജീവിതം മരവിച്ച് പോയവര്, എന്തിനും ജീവിക്കണമെന്നറിയാതെ ജീവിതം നിന്ന് തളർന്നു കിടക്കുന്നവർ, ജീവിതം വിവാഹപ്രായം പലത് വർഷം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ ഒത്തിരി അഗാധമായ ആഗ്രഹം ഉണ്ടായിട്ടും നടക്കാൻ പറ്റാത്തവർ, വിവാഹം നടക്കാത്തവർ, കർത്താവെ അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർ, അതിൻ്റെ പേരിൽ മനസ്സ് മടിച്ചിരിക്കുന്നവർ, ഇനി മക്കളില്ലാതെയാണ് അവർ ജീവിക്കണമെന്നാണ് ദൈവ തിരുമനസ്സെങ്കിൽ കർത്താവെ, ആ ദൈവ തിരുമനസ്സിനോട് അഭിഷേക വിധി പ്രകാരം അത് ഉൾക്കൊണ്ട് കർത്താവ് നിരാശയും എല്ലാം മാറി പ്രത്യാശയുടെയും പുതിയ അഭിഷേകത്തോടെ കർത്താവെ അവർ ഉണർന്നെഴുന്നേറ്റ് സന്തോഷത്തോടെ കർത്താവെ നിന്റെ സാക്ഷികളായി മാറാൻ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കരങ്ങൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പാടാം. നാഥാ വരേണമേ, നേർവഴി കാട്ടി തരണമേ, നേർവഴി കാട്ടേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഭവനരഹിതര്, പരിസരങ്ങൾ തളർന്നു പോയവരുണ്ട് ഈശോയെ. ജീവിത പരിസരങ്ങൾ തളർന്നു പോയവർ, ഭാഗ ഉടമ്പടി നടക്കാത്തവര്, സ്വന്തം ഓഹരി കിട്ടാത്തവര്, കൂടപ്പുറമാട് ജീവിക്കാൻ പറ്റാതെ നാട് വിട്ട് പോകേണ്ടി വരുന്നവരുണ്ട് കർത്താവെ. പലതരത്തിൽ വേദന അനുഭവിക്കുന്നവർ, അവരെല്ലാം കർത്താവെ ആരാധന ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ ആരാധന കൂടുന്നവരെല്ലാം പരസ്പരം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പരിസരങ്ങൾ തളർന്നു പോയവരെ, അതുകൊണ്ട് ജീവിതം മെല്ലിച്ച് പോയവരുണ്ട് ഈശോയെ. ജീവിതവും തളർന്നു പോയവരുണ്ട് ഈശോ, അവരെല്ലാം സ്പർശിക്കണം. കർത്താവിന്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മരവിച്ച ജീവിതങ്ങള്, മടുത്തുപോയ ജീവിതങ്ങള്, എന്ത് ചെയ്യണമെന്നറിയാത്ത ജീവിതങ്ങള് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മൗന പ്രാർത്ഥനയിലെ നിന്റെ വ്യക്തിപരമായ സങ്കടങ്ങൾ കൃപാസനത്തിൻ്റെ സാന്ത്വനാഭിഷേക ആരാധനയാണ് അതിൻ്റെ പ്രത്യേകത. അമ്മ മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷാലയത്തിൻ്റെ നിത്യമധ്യസ്ഥ ശക്തിയാണ് പരിശുദ്ധ അമ്മ. നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെ ജീവിതത്തിന് വേണ്ടി അമ്മ ഇപ്പോഴും മധ്യസ്ഥം വഹിക്കുന്ന ഈ ആശീർവാദ സമയത്ത് നിൻ്റെ സങ്കടങ്ങൾ സ്വകാര്യമായി മൗനമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആ മേഖല ആശീർവാദം സ്വീകരിക്കട്ടെ. കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തിയ ദൈവം, കൂനുള്ളവനെ നിവർത്തിച്ച ദൈവം, അന്ധന് കാഴ്ച കൊടുത്ത ദൈവം, ബധിരന് കേൾവി കൊടുത്ത ദൈവം, നായ്മീലെ വിധവയുടെ നഷ്ടസ്വപ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞിനെ ഉയർപ്പിച്ചു കൊടുത്ത ദൈവം, ചീഞ്ഞഴിഞ്ഞ് 4 ദിനരാത്രങ്ങൾ കഴിഞ്ഞ ലാസറിൻ്റെ ഉയർപ്പിച്ച ദൈവം, ഇതാ നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ ജീവിത മേഖലകളെയും എല്ലാം ആശീർവദിക്കാൻ പോകുന്നു. ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അതിശക്തമായ വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ.
കർത്താവിന്റെ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. കർത്താവായ ദൈവമേ, മൊബൈൽ അഡിക്റ്റായി പോയി മക്കളെ സ്പർശിക്കണമേ. കിടപ്പ് രോഗികളെ സ്പർശിക്കണമേ. തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ. ഹൃദയ സംബന്ധമായ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, മാരക രോഗങ്ങൾ അടിമപ്പെട്ടവര്, കർത്താവേ, ഭവനമില്ലാതെ വിഷമിക്കുന്നവര്, സന്താനമില്ലാതെ വിഷമിക്കുന്നവര്, കർത്താവേ, കഴിയുന്നവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സൗഖ്യം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.